ഇനി കൊച്ചിയിലേക്ക് പോയാൽ അവിടെ മരടിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭായ് നസീർ, തമ്മനം ഫൈസൽ എന്നിവരുൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസെടുത്തത്. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, കഴിഞ്ഞ ദിവസം ഈ മാമോദിസ ചടങ്ങിനിടെയാണ് ഈ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇപ്പോൾ ആർക്കൊക്കെതിരെയാണ് കേസെടുത്തത്? അമൃത പറഞ്ഞതുപോലെ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സുഹൃത്തിന്റെ മകന്റെ മാമോദിസ ചടങ്ങിനായി എത്തിയതായിരുന്നു ഇവർ തന്നെ. കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതിനിടെ ഈ ചടങ്ങിനിടെ ഇരു കൂട്ടരും തമ്മിൽ ചെറിയ വാക്കുതർക്കവും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്കും നീങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് അതിനുശേഷം ഇവർ രണ്ട് കൂട്ടരും കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ചോക്ലേറ്റ് ബിനു അടക്കമുള്ള ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇന്നലെ വിവരം വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ 10 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മരട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. തമ്മനം ഫൈസൽ, ഭായ് നസീർ അടക്കമുള്ള കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെ, കണ്ടാൽ അറിയുന്ന 8 പേരുൾപ്പെടെ 10 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മരട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിനിടയിൽ മാമോദിസ ചടങ്ങിനിടയിൽ ഇവർ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് ആളുകൾക്കും മറ്റും ശല്യമുണ്ടാക്കുന്ന വിധം വലിയ തോതിൽ സംഘർഷത്തിലേക്ക് ഇരുകൂട്ടരും പോവുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇരുകൂട്ടർക്ക് പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇരുകൂട്ടർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അമൃത.